ഇന്നൊരു ചക്കയുടെ വിശേഷം ആയാലോ. ഇത് ചെറിയ ചക്ക പറിച്ചെടുത്തതാണ്. ഞങ്ങൾ കണ്ണൂരിൽ ഇതിന് ചക്ക പൂതൽ എന്ന് പറയും. അപ്പോൾ ഞാനത് തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി എടുത്തിട്ടുണ്ട്. ഇത് ചോപ്പറിൽ ഇട്ടാണ് ഞാൻ ഇതുപോലെ ചെറുതായി മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ചക്ക കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്ത് വെച്ചു. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുന്ന സമയത്ത് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് കുറച്ചൊന്ന് വഴന്ന് വരുന്ന സമയം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തു. ശരിക്കും ആദ്യമാണ് തേങ്ങാക്കൊത്ത് ചേർക്കേണ്ടിയിരുന്നത്, അത് ഞാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ചക്ക പൂതലിൻ്റെ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റിയായ ഒരു ഉപ്പേരിയാണിത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തൊക്കെ ചക്ക നല്ല വലിയ ചക്കയാവുന്ന സമയമായി. ഇവിടെ എൻ്റെ വീട്ടിൽ 1-2 ഏകദേശം മൂക്കാൻ ആയിട്ടുണ്ട്. എന്നാലും കുറച്ച് ചെറുതും ഉണ്ടായിരുന്നു. അതാണ് ഞാൻ എടുത്ത് ഇതുപോലെ ഒരു വറവ് സെറ്റാക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഇതുപോലെയുള്ള നാടൻ കറികളാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് കണ്ടു നോക്കണം. ഇത് വൃത്തിയാക്കാൻ മാത്രമേ കുറച്ച് പണിയുള്ളൂ. ഇതിൻ്റെ മുള്ള് ചെത്തിക്കളയാൻ വേണ്ടി കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക കണ്ടൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചക്ക പൂതൽ ഉപ്പേരി റെഡിയായി. ഇടിച്ചക്ക എന്നാണ് എല്ലാവരും പറയുന്നത്. ഇവിടെ നാടൻ ഭാഷയിൽ ചക്കപ്പൂതൽ എന്ന് പറയും. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് അമർത്തി വെച്ച് കുറച്ച് സമയം കൂടി ഒന്ന് തീ കൊള്ളിച്ചാൽ നമ്മുടെ ചക്ക റെഡിയായി ഉപ്പേരി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തയ്യാറാക്കി നോക്കണം. ഇനി അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു.